ആക്കിക്കണല്ലോ. അല്ല ഈ ഇമ്മ രാവിലെ ഇപ്പം എങ്ങോട്ട് പോയതാ? എവിടേക്കപ്പൊ രാവിലെ തന്നെ പോയി? പറയുമ്പോ ചായയും കൂടിയും കുടിച്ചിട്ട് ഇറച്ചിയിലൊക്കെ പോയിക്കാണല്ലോ. മറ്റേത് രാവിലെ തന്നെ ചായ അതിൽ ചെറിയ നെച്ചിങ്ങാണ്ട് മണ്ടിങ്ങാണ്ട് വരുന്നതാണ്. ചായയും കുടിക്കാതെ ഒരു തൂക്കാത്രം പിടിച്ചുകൊണ്ട് ഇവിടേക്കിപ്പോ പോയി. എന്നാലും ഇന്നലെ കുഞ്ഞോൾക്ക് കിട്ടിയത് നല്ല കണക്കായിപ്പോയി. ഓൻ്റെ ഊര ഈ ഇമ്മ എടുക്കായതാണ് രാവിലെ മുതലൂടെ കാണാനില്ല. ഇതിന് വിഷന്നിട്ടും വയ്യ. ചെറിയനോട് ചോദിച്ചു. ഓ വെച്ച മനസ്സ ഓ ഒന്നും അറിയാത്ത പോലെ കെടുക്കണുണ്ടോ കൂതന. ഓഹോ ഞൊണ്ടി ഞൊണ്ടി ചെറിയൻ്റെ അടുത്തൊക്കെ പോകണ്ടല്ലേ. ബാവും ബാവാവും ബാവയ്യേ കുട്ടി ചൊടത്തി രാവിലെ തന്നെ തിക്ര സ്വലാത്തും ചൊല്ലിയിട്ട് ഒരൊറ്റ ചവിട്ട് വേണ്ട. ചിലപ്പം എൻ്റെ കാലുവാണെങ്കിൽ തച്ചൊടിച്ചെന്ന് വരും. എൻ്റെ കുട്ടിനെ നോക്കാൻ കാലെന്നെ വേണം. എന്നാലും എൻ്റെ ഷെരീഫ് ആങ്ങളുടെ പെങ്ങളായി പോയി. ഇല്ലെങ്കിൽ ഞാൻ ചെറിയ ചായ കാട്ടടി. അങ്ങോട്ട് വായ ജി കാല് ചവിട്ടി വിളിക്കാൻ. ഓളെ വിചാരതൊന്നും ഞാൻ കേൾക്കണില്ല എന്നാണ്. അനക്കാൻ്റെ തള്ളക്കുള്ള പണി ഞാൻ തരുന്നുണ്ടടി. എന്നാലും മോളെ ഷെരീഫാത്ത എന്നോട് ഈ ചതി ചെയ്യണ്ടിനീല. എനിക്ക് ഷെരീഫാത്താൻ്റെ അവസ്ഥ ഇപ്പം അറിയില്ല കുഞ്ഞോളെ. അറിഞ്ഞും കൊണ്ടല്ലേ ജി ഷെരീഫാത്താൻ്റെ അടുത്തേക്ക് ചൊറിയാൻ ചെന്നത്. അപ്പൊ എനിക്കിത് കിട്ടിയാ പോരാ, അതിന്റെ അപ്പുറം കിട്ടേണ്ടിയിരുന്നു. അതിന് ഞാൻ ഒന്നും ചെയ്യാൻ പോയിട്ടൊന്നുമില്ലല്ലോ. ഞാൻ വെറുതെ ഷെരീഫാത്താക്ക് സുഖമല്ലേ എന്ന് വെച്ചാൽ അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. അപ്പൊ എന്നെ തള്ളി ഉന്തിയിട്ട് ഈ പണി ചെയ്യുന്നൊക്കെ അറിയില്ലല്ലോ. അപ്പൊ വെറുതെ ഒരു സുഖവിവരം ചോദിക്കാൻ പോയതാ. ഷെരീഫാത്ത അഭിനയിക്കുകയാണോ അതോ ഷെരീഫാത്താക്ക് ശരിക്കുള്ള അസുഖമാണോന്നേ ടെസ്റ്റ് ചെയ്യാൻ പോയതല്ലേ ജി അല്ലേ? അതാ പറഞ്ഞതേ, സ്വന്തം കുയ്യേ ജന്നെ തോണ്ടിയെടുത്ത് വേറെ ഒന്നുമല്ല. ഷെരീഫാത്താന്റെ അവസ്ഥയെ അനക്കൊന്ന് വരണ്ടീന്ന്. അപ്പോൾ എനിക്ക് ആ വേദന മനസ്സിലാവുള്ളൂ. ഷെരീഫാത്തെ അത്രയും ആ കുട്ടിനെ പറ്റിങ്ങാണ്ടേ സ്നേഹിച്ചിരുന്ന് എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും 4 കൊല്ലത്തിന് ശേഷം ഷാഫിക ഗൾഫിൽ നിന്ന് വന്നത്. എന്നിട്ട് അതിന് കിട്ടിയൊരു മാണിക്കക്കല്ലേനിയത്. അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കാത്ത പണിയൊന്നും ഇല്ലമ്മ. അതൊക്കെ ഈ പറഞ്ഞു കൊടുത്തുകൊണ്ട് ചെയ്യിപ്പിച്ചതല്ലേ. ഉണ്ടാക്കിനും കൂടി ഭ്രാന്തായെങ്കിൽ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. ഇതിപ്പോ എല്ലാരും എന്റെ നെഞ്ഞത്തേക്ക് എന്തിനാ കേറുന്നത്? ഞാൻ എന്ത് ചെയ്തിട്ടാണ്? ഇത് ഭയങ്കര കഷ്ടം തന്നെയാണ്. എല്ലാരും കുറ്റപ്പെടുത്തണത് നോക്കി നടന്നാ മതി. ഈ ചെയ്യണതൊന്നും ഞാൻ പറഞ്ഞില്ല. എനിക്ക് ചായ അടിക്കാം. ചായ വേണമെങ്കിൽ എടുത്ത് കുടിച്ചോ. ചായ ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കിയിട്ട് കുടിച്ചോ. എന്റെ ഊരൊക്കെ ഇപ്പൊ അത്ര വലിയ സൂക്കടൊന്നും ഇല്ല. അപ്പൊ കൂടുതൽ അഭിനയം എടുക്കല്ലേ മോളെ ട്ടാ. അതിന് മാത്രം വലിയ തള്ളിയിടലൊന്നും ഇന്നലെ ഷെരീഫാത്ത തള്ളിയിട്ടിട്ടില്ല. ചെറുതായിട്ടൊന്നും ഉന്തി. അപ്പൊ ഈ അവിടെ വീണ്. അത് ഇന്നലെ തന്നെ ഇമ്മി ഞാൻ തൈരും ചൂട് കുടിച്ചെന്നുങ്ങാണ്ടേ എനിക്കത് മാറ്റിയിക്കണ്. അപ്പൊ കൂടുതൽ അങ്ങോട്ട് അഭിനയം എടുക്കല്ലേ. ഇപ്പൊ ഞാൻ തന്നെ എടുത്ത് കുടിക്കണം. അപ്പേ ഇന്റെ കുട്ടി തന്നെ ചായ ഒക്കെ ഉണ്ടാക്കി ഇങ്ങോട്ട് കുടിച്ചോ. ഇമ്മാക്കുള്ള ദോശയും കൂടി അതിൽ വെച്ചാണ്ട് ഇനി ഒക്കെ പാടെടുത്ത് തിന്നാൻ നിൽക്കണ്ട. എനിക്ക് വയ്യ രണ്ടാമത് ചുട്ടെടുക്കാന്. ഇതിലിപ്പോ ഞാനാണല്ലോ ഇവിടുത്തെ കാടിയൊക്കെ എടുത്ത് തന്നു. കാട്ടിക്കൂട്ടലും വർത്താനം കൂടെ ചെറിയ ഞാൻ തന്നെ ചായ ഉണ്ടാക്കണം എന്നുണ്ടാ. ഈ അല്ലേ ഇപ്പൊ അടുപ്പത്തുള്ളത്, എനിക്ക് ഉണ്ടാക്കി കൂടെ? എന്നെ ചായ ഉണ്ടാക്കി കുടിക്കണം. ഞാൻ ഉണ്ടാക്കി തരൂല കേട്ടാ. എനിക്കല്ലെങ്കിൽ ഇഷ്ടം പോലെ പണി പെരന്റെ ഉള്ളിലുണ്ട്. ഇന്നലെ മിറ്റടിക്കാന്ന് പറഞ്ഞാണ്ട് ഉടായിപ്പ് അടിക്കലല്ല അടിച്ചത്. ഈ ബാക്കിൽ കുറെ സാധനങ്ങൾ കൂട്ടിയിട്ടിട്ടുണ്ട്. ചായ കൂടി കഴിഞ്ഞിട്ടേ മീൻ നന്നാക്കി തന്നിട്ടേ അത് കത്തിക്കാൻ നോക്കട്ടോ. പോയിട്ട് മോള് വെറും ഉടായിപ്പിന്റെ അവലും കഞ്ഞാണ് ഈ.
ഷെരീഫാത്ത് അവിടെ ഇരുന്നുങ്ങാണ്ട് അതിന്റെ കുട്ടി ഉണ്ടെന്ന് കരുതിങ്ങാണ്ട് ദിക്കറ് ചൊല്ലണേന് അനക്കെന്താടി? അനക്ക് എന്റെ കാര്യം നോക്കിയാ പോരെ? അപ്പൊ ഈ ഇപ്പോഴും ഷെരീഫാത്താനെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ലല്ലോ. ഇപ്പോഴും ഷെരീഫാത്താന്റെ പിന്നാലെ തന്നെയല്ലേ ഈ നടക്കണത്? അനക്ക് വേറെ പണിയൊന്നും ഇല്ലേ? ഇത് ഈ പോകാന്നുണ്ടെങ്കിലേ ഷെരീഫാത്താന്റെ ഈ അവസ്ഥയിൽ ഷെരീഫാത്താൻ എന്തെങ്കിലും കാട്ടുട്ടോ. സത്യ പറഞ്ഞത്. മര്യാദക്കാണെങ്കിൽ മര്യാദക്ക് പെണ്ണെ. എനിക്കൊന്നുണ്ടെങ്കിൽ ഗ്യാസൊക്കെ കാണുമ്പോ ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ ഈ കുന്ത്രാണ്ടപ്പോ ഞാൻ രാവിലെ ഇവിടെ വെച്ചത്. ഈ ഒരു കാര്യം ചെയ്യും കുഞ്ഞോളെ, ഈ ചായ അടിക്കുമ്പോഴേ ഈ ചോറിനുള്ള വെള്ളം കത്തിക്കിട്ടാ ഗ്യാസൊക്കെ തെരഞ്ഞെടുത്തുങ്ങാണ്ട് ഇതിലേതോ ഒന്ന് കത്തുണ്ട് തോന്നുന്നു. ഞാനേ പുറത്ത് പോയിട്ടേ എന്റെ തിരുമ്പിയോ ഒന്ന് ഉണക്കട്ടെ. മക്കളെ കടി എടുത്തൊക്കെ വേണ്ടിട്ടാ ഞാൻ ഒന്നായിട്ട് തിന്നാൻ നിക്കണ്ട. ഗ്യാസൊക്കെ ഉടപ്പ ഇനി ചെറിയ എന്റെ കൈമത്തെ കഴിച്ചേനവിടെ ഇന്നലെ വരെ എന്റെ കയ്യുമ്മ ഉണ്ടായിന്നല്ല, ഇന്നിപ്പോ കാണാനില്ല. ആ അത് ഞാനേ കാക്കൂന് എന്തോ പണിന്റെ സാധനങ്ങൾ മേടിക്കാണ്ട് പറഞ്ഞപ്പോള് പണയം വെക്കാൻ വേണ്ടിങ്ങാണ്ട് ഊരി കൊടുത്ത്. ഉമ്മാനോട് ചോദിച്ചാൽ കൊടുക്ക. ഉമ്മാനോട് ചോദിച്ചീനാ? ഇന്റെ പണ്ടോ ഇന്റെ കെട്ടിയോനക്ക് കൊടുക്കണേന് ഞാൻ എന്തിനാടി ഇമ്മാനോട് ചോദിക്കണത്? ഇത് ഇന്റെ വീട്ടുകാർ തന്ന പണ്ടല്ലേ, അല്ലാതെ എനിക്ക് ഇവിടുന്ന് ഉണ്ടാക്കി തന്ന പണ്ടല്ലല്ലോ. ഏയ് കൂടുതൽ വിളച്ചിലെടുക്കാൻ നിൽക്കരുതിട്ട് എന്നോട്ട്. ഇത് ഷെരീഫാത്തല്ല, ചെറിയാണ്. ഓ ഷെരീഫാത്തനെ കൂടി കഷ്ടമാണ് ഈ പൂതന. ഇതിന് വന്നെങ്കിൽ വല്ല സൂക്കടോ. അതിനല്ല വരണ്ടിരുന്നത്. ഈ പ്രാന്തം കൂട്ടത്തൊന്നും ഞാൻ ഇന്നെ പോവും. ഇപ്പൊ ചായ ഉണ്ടാക്കണ്ടേ ഞാന്? ഞാൻ ചായ ഉണ്ടാക്കുന്ന പച്ചവെള്ളം കൊണ്ട് ഞാൻ കഴിച്ചിട്ടു. ഷെരീഫാത്ത, ചെറിയ ഇങ്ങനെ വരുന്നത് ഉമ്മയും കുഞ്ഞോളും കാണണ്ടട്ടാ. പിന്നെ അത് മതി. അല്ലെങ്കിലോ കുഞ്ഞോൾക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ആ ഡൗട്ട് തീർക്കാനാണ് അവൾ ഇന്നലെ വന്നത്. ഇല്ല, കുഞ്ഞോളെ അടുക്കളയിലാണ്. ഇമ്മ പിന്നെ എവിടേക്കോ രാവിലെ തന്നെ തൂക്കാത്രം പിടിച്ച് പോയിക്കണ്. എനിക്ക് തോന്നണതേ മേലത്തെ മൊയിലേരെടുത്തേക്കാണെന്നാണ്. എന്തോ ഒരു വള്ളം മന്ത്രിക്കാൻ വേണ്ടി പോയതാവും. ഇന്നലെ നിങ്ങളെ വിളിച്ചിട്ട് പോയിട്ടില്ല നിങ്ങള്? മൊയിലേരെടുത്തേക്കാ. ഇങ്ങോട്ട് വരട്ടെ മൊയിലേരെ വള്ളം കൊണ്ട്. ഷാഫിയാക്ക വിളിച്ചെന്ന് തോന്നണം ഉമ്മാക്ക്. ഇമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ കുറെ നോക്കുന്നുണ്ട്. എനിക്ക് തോന്നണേ ഷാഫികാക്ക് എന്തോ മനമാറ്റം ഉണ്ട് എന്നുള്ളത്. ഇങ്ങക്കിപ്പോ ഒരു ലെവൽ ചെയ്യാതെ ഇരിക്കുകയാണെന്നാണല്ലോ ഓരൊക്കെ വിചാരം. അതാണ് ഷാഫികാക്ക ഇങ്ങക്ക് വിളിക്കാത്തത്. ആടി ഇക്ക് മെസ്സേജ് അയച്ചിന്ന് ഷാഫികാക്ക. മെസ്സേജ് കിട്ടീന്നാ? എന്തേന്ന്? അത് ഞാൻ കേൾപ്പിച്ചേരണ്ട്. ഇപ്പൊ ഇജ്ജ് പൊയ്ക്കോ. ഞാൻ അഥവാ കണ്ടിട്ടുണ്ടെങ്കിൽ മോളെ അത് മതി. ഞാൻ പ്ലാൻ ചെയ്ത മരിക്കൊന്നും നടക്കൂല. ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും മനി മോളി വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. അത് ഞാൻ പിന്നെ കേട്ടോണ്ട് ഞാനേ പോട്ടെ. പിന്നെ നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളെ ഉമ്മാനോട് കാര്യം പറയട്ടാ. പാവാന്നോ, അന്ന് ഇവിടുന്ന് കരഞ്ഞിട്ടാ പോയത്. സംഭവം ഇതാണെന്നെങ്കിലും ഒന്ന് പറഞ്ഞാളി, അതിനൊരു ആശ്വാസം ആയിക്കോട്ടെ. അത് ഞാൻ പറഞ്ഞോണ്ട് പോയിക്കോ. കുഞ്ഞോളുണ്ട് അടുക്കളയില്. ഞാൻ രാത്രി വരണ്ടേ, അപ്പൊ കേൾപ്പിച്ചു തന്നാ മതി. ആ ചെറിയ മാപ്പൊക്കെ പറഞ്ഞിരിക്കണടി ഷാഫികാക്ക. ഞാൻ പറഞ്ഞില്ല എന്നോട് നന്നാക്കി എടുക്കുന്നുള്ളത്. മാപ്പ് പറഞ്ഞിട്ടാണ് ഒറ്റക്കണേ? ആടി നമുക്ക് പിന്നെ പറയാം. പാവാണ് ഇതുപോലത്തെ ഒരിളച്ചി. സ്വന്തം കൂടപ്പറപ്പിന്റെ മാരിക്കാണ് എന്നെ കൊണ്ടടക്കണത്. എല്ലായിടത്തും കേട്ടിരിക്കുന്നത് ഇളച്ചി മൂത്തേച്ചി ഭയങ്കര പോരാവുന്നു. പക്ഷെ ഇവളെൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. അതെന്നെ വലിയൊരു ഹയറാണ്. കത്തിക്കാനാണ്. ഇതിലാണെങ്കിൽ ഗ്യാസും ഇല്ല. ഒരുത്തിനെ തള്ളിയിട്ടുങ്ങാണ്ട് ഇതാക്കണം, ഒരുത്തിനെ അടുക്കളയിലിട്ടുങ്ങാണ്ട് കഷ്ടപ്പെടുത്തണം. രണ്ടിനും കൂടി ഞാൻ ഒരു സെലിവേഷൻ കൊടുക്കും. അപ്പം
ഞാൻ ഇത് എങ്ങനെ കത്തിക്കാനാ? കടല 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 കടലട്ടാ കടല. അതാ കടല 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 കടല. ഓ ഞാൻ ഒരൊറ്റ ഏറി അല്ലെങ്കിൽ കാറ്റുണ്ടാവൂല, ഒന്നും ഉണ്ടാവില്ല. മറ്റേ ഗ്യാസൊക്കെ അവിടെ പൊന്നാര ഗ്യാസേ ഒന്നും. ഇതിലൊരു തുള്ളി ഗ്യാസ് ഉള്ളത് പോയാ ഞാൻ എങ്ങനെ ഇപ്പൊ കത്തിക്ക വളച്ചോനതിപ്പോ കത്തിച്ചിട്ട് എനിക്ക് ആ പൂതനപ്പൊ വരും. എത്തുകൂടെ പോയിട്ട് തന്നെ. പിന്നെ ഇവിടെ ഇതിന്റെ ഉള്ളിൽ തിരിക്കണം ഒരു കോമയൊന്നും അത് അതിനെ പൊയ്ക്കണം. ആണെങ്കിൽ നനഞ്ഞും ചെയ്ത് ഇങ്ങനത്തെ കത്തൂരാണോ? കടലട്ട കണ്ടാ കെട്ടീല. അപ്പൊ നാത്തന്നെ ഇടങ്ങറാക്കാൻ വേണ്ടിട്ടേന്നില്ലേ ഇവിടുത്തെ തീ വരെ എന്നോട് കുഞ്ഞും പോരുവാണ്. പിന്നെ മീൻ നന്നാക്കണ്ട. ചായക്ക് പകരം പച്ചവെള്ളം കുടിക്കാന്ന് പറഞ്ഞാല് മൂപ്പത്തേര് ചായയൊക്കെ കുടിച്ചിട്ട് പോയാ കത്തിച്ചിക്കണല്ല. നല്ല കുട്ടിയാണ്. അമ്മാക്കുള്ള ദോശയൊക്കെ എടുത്ത് വെച്ചേക്ക്. നീ നന്നാക്കാതെ എടുക്കുക പോയത്. ഞാൻ 2 ദിവസം കഴിഞ്ഞാ വരും. ബിലോടെ കളിക്കണ്ടേ? ഇല്ല അവനക്ക് കുഴപ്പമൊന്നുമില്ല. ജലദോഷത്തിന് കുറവുണ്ട്. ഷെരീഫ് അത് കുറവെന്നൊന്നും പറയാൻ പറ്റൂല. എന്നാലും ചെറുതായിട്ടൊക്കെ ഒരു മാറ്റം കാണാണ്ട്. പെട്ടെന്ന് ഇപ്പൊ എന്താ ഉണ്ടായതെന്ന് ചോദിച്ചപ്പോ എന്താ ഒന്നും ഉണ്ടായിട്ടില്ല. ഷെരീഫാത്ത DNC ആയപ്പോ അങ്ങനെ എന്തോ കുഞ്ഞുണ്ട് എന്നുള്ളൊരു ഇതില് ഇമ്മൊക്കെ ഇവിടെ നല്ല പൊന്നു പോലെയാണ് ഷെരീഫാത്താനെ നോക്കുന്നത്. പ്രഗ്നന്റ് ആയപ്പോഴും തന്നെ നല്ലോണം പൊന്നു പോലെ നോക്കിയെന്നതാണ്. എങ്ങനെ ഇപ്പൊ ആ കുട്ടി പോയതെന്ന് ആരുണ്ട്? പിന്നെ നിങ്ങളോട് ഒരു കാര്യം പറയണ്ടായിന്ന്. എനിക്കിപ്പോ ഒരാഴ്ചയായിട്ട് പീരിയഡ്സ് ആയിട്ടില്ല കേട്ടോ. ഞങ്ങളോട് പറയണമെന്ന് വിചാരിച്ചിരുന്നു. അവിടുന്ന് വരുമ്പോ തന്നെ ആയിട്ടില്ല. ടെസ്റ്റ് ചെയ്തിട്ടില്ല. നോക്കട്ടെ, അങ്ങനെ ആവലുണ്ടല്ലോ. ഒരാഴ്ച 2 ആഴ്ച ഒക്കെ തെറ്റലുണ്ടല്ലോ. ബിലുവിനെ പ്രസവിച്ച മുതൽക്ക് പിന്നെ അങ്ങനെ തന്നെ അല്ലേ. നോക്കട്ടെ, 4 ദിവസം കൂടി നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയണ്ട്. എന്നാ ശരി. ഉമ്മാക്കൊന്നും കുഴപ്പമില്ലല്ലോ അവിടെ? ഞാൻ അവിടെ വന്നിട്ട് ടെസ്റ്റ് ചെയ്യാം.
എന്നാ ശരി. ആ ആ പിന്നെ ശരിക്കും പള്ളയുണ്ടാ? ഏയ് അങ്ങനെ തെറ്റലുണ്ടല്ലോ, അങ്ങനെ തെറ്റിയതാവും. ഇനിയിപ്പൊ ഞാൻ പ്രഗ്നന്റ് കൂടി ആയിട്ടുണ്ട്, ഇതിനെ കൂടെ വെച്ച ഒരു കുട്ടീനെ തന്നെ നല്ലപോലെ നോക്കാൻ വെച്ച ഇതെടുക്കാണ് ഇപ്പൊ രണ്ടാമത്തെ കുട്ടി കൂടി. ഓ മനുഷ്യനാണ് ഈ കണ്ണട എടുക്കാനും മറന്നുപോയി. എന്തൊരു വെയിലാണേ. എല്ലമ്മോ ഇജ് എവിടുന്നാ പീ വരണത് ഈ വെയിലത്ത് അതിരാവിലെ തന്നെ? സൂറേ ഞാൻ മളെ ആ മേലത്തെ മൊയിലേറെ അടുത്തേക്ക് പോയതേന്നടി ലേസം വള്ളം മന്ത്രിച്ചു ഊതാനേ. ആ ഞാനിപ്പോ അങ്ങോട്ട് കയറണമെന്ന് വിചാരിച്ച് നിക്കേന്ന്. എന്താ ഷെരീഫാന്റെ പാട്? ഒരു മാറ്റം ഇല്ലല്ലേ? എനിക്ക് കേൾക്കണ ഇന്നലെ എന്നോട് സൈന വന്നുകാണ്ട് പറഞ്ഞ് എന്താണ് നമുക്കൊരു മൊയിലേരുണ്ട് അതിന്റെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോകാന്നുള്ളത്. ഇമ്മ കൊറേ നേരമായല്ലോ സൂറാത്താനോട് വർത്താനം പറഞ്ഞു. അപ്പൊ അത്ര വലിയ കാര്യമായിട്ടുള്ള വർത്താനത്തെ ഉടുക്കെ പോയിന്നത് ഈ തൂക്കാത്രം പിടിച്ചിട്ട്. ഇന്ന് നല്ല വെയിലുണ്ടല്ലേ? എന്റെ ഷെറിയാണെങ്കിൽ തിരുമ്പിയ ഉണക്കിക്കണാണാവോ. തീരെ വന്നില്ല എന്ന് വെച്ചാ പെൺകുട്ടിനെ വിളിച്ചിട്ട് തീരെ അങ്ങോട്ട് വന്നില്ല. മനുഷ്യ ഇടങ്ങറായാലും ഉണ്ടോ? വണ്ടി ഇവിടെ വന്ന് മിറ്റത്ത് നിക്ക. ഞാൻ പിന്നെ വണ്ടിക്കാരനെ അങ്ങോട്ട് പറഞ്ഞയച്ച് ആ മേലുണ്ടല്ലോ മൊയിലേര് അതിന്റെ അടുത്തേക്ക് പോയതേന്ന് ഞാൻ വള്ളം മന്ത്രിച്ച് ഊതിക്കൊണ്ടിരാന്. ഇനിയിപ്പൊ ഇതൊന്ന് കൊടുത്തോക്കട്ടെ, എന്തെങ്കിലും മാറ്റം വന്നാലോചിച്ചിട്ട്. അല്ലാതെ ആ പെൺകുട്ടി എവിടേക്കും വരാതെ എന്താ ഇപ്പൊ ചെയ്യാ? ഡോക്ടർ പറഞ്ഞത് എന്താ ഡിപ്രഷനാ, എന്താ ഇപ്പൊ എന്തൊക്കെ ഒരു മൂഡ് സീനാ, എന്തൊക്കെ ഒരു സാധനം പറഞ്ഞ് അതാണെന്നൊക്കെയാണ് പറഞ്ഞത്. അത് 2 ദിവസം കൊണ്ട് മാറുന്നു പറഞ്ഞ്. ഇതിപ്പോ 2 ദിവസം കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു. ഇപ്പൊ എന്ത് കാട്ടാനാ ഞാൻ ആ പെൺകുട്ടിനെ കൊണ്ട്? അതെങ്ങനെ ഉമ്മയും മോളും കൂടി കുറച്ചൊന്നല്ല ലൈനോട്ട് കണ്ട് ഉപദ്രവിച്ചിരിക്കുന്നു. കുറച്ചിഞ്ഞ് വെള്ളം കുടിക്കും. ഇന്നലെ വെറുതെ എന്റെ വണ്ടിക്കായി പോയി. ഞാനേ പറയണോണ്ട് നിങ്ങൾക്ക് ഒന്നും തോന്നരുത്. എന്താന്നറിയോ, അത്രക്ക് ഉണ്ടല്ലോ നിങ്ങളെ എങ്ങണ്ടാണ് ഈ കാട് കയറി പോണത് എന്നുള്ളതേ എനിക്ക് നല്ലോ അറിയാം. ഇജിപ്പാന്റെ ആലും മൂലും ചോദിക്കാൻ വന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലായിക്കണ്. ഇന്നാലേ ഇന്റെ ഷാഫിയോളെ ഒഴിവാക്കിയിട്ടൊന്നുമില്ല, ഓളെ ഈ നിലക്ക് എത്തിച്ചിക്കണെന്നുള്ളത്. ഓളെ കുട്ടി പോവിച്ചിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടും ഇല്ല. എല്ലാന്നും ഇന്റെ ഷാഫി ഓളെ ഒഴിവാക്കിയിട്ടും ഇല്ല, ഞാൻ ഓളെ നോക്കാതിരിക്കണില്ല, ഓളെ പെരയിൽ കൊണ്ടാക്കിയിട്ടും ഇല്ല. ഇനിയിപ്പൊ നാട്ടുകാരായിട്ടേ നിങ്ങൾ ആരും ഇന്നെ തിരുത്താൻ വരണ്ട. എനിക്ക് മനസ്സിലാവേണ്ടതൊക്കെ മനസ്സിലായിക്കണ്. താളിയും മകളും കൂടി ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് ഇപ്പൊ ന്യായീകരിക്കാണ് നിന്നിട്ട്. ഞാനൊന്നും പോയി കാണുന്ന ഓളെ മരിയോളെ പിന്നെ എങ്ങനെ നേരാവാനാണ്? ഇജ്ജ് കുറച്ച് വെള്ളം കുടിക്കും മോളെ, കുറച്ചൊന്നല്ല കുടിക്കുക, കുറച്ച് തോനെ വെള്ളം കുടിക്കും. ഇജ്ജിങ്ങനെ ആ പെണ്ണിനും കൊണ്ട് ഇങ്ങോട്ട് നാട്ടം തിരിയും കിടന്നിട്ട് അപ്പോഴും എനിക്ക് മനസ്സിലാവുള്ളൂ. ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് എന്താ ഓളെ ഒരു ഉണ്ട് വല്ലാത്തൊരു തൊരിക്കട്ടി തന്നെ. ഓളെ നല്ലതിങ്ങനെ പറഞ്ഞേക്കണം. സൈനാണെന്ന് 4 വർത്താനം പറയാൻ. ആ ഇജ്ജെന്തായാലും ഇവിടെ ഇരിക്കണേ. ചെറിയ എവിടെ? ആ അമ്മങ്ങൾ എവിടേക്കാ പോയിന്നത്? ഞാൻ ആ മൊയിലേരെ അടുത്തേക്ക് പോയതേനി ഈ വെള്ളം മന്ത്രിച്ചാൻ വേണ്ടിയിട്ട്. ഇതിന് കണ്ണാളടാഞ്ഞിട്ട് കണ്ണിന്റെ ഇത് വേദനയായിട്ട് വെച്ച ഇതിന്റെ അടുക്കാണ് സൂറാന്റെ കൊണത്തിലൊരു വർത്താനം. ഇന്നലെ തങ്ങളടുത്തേക്ക് വിളിച്ചിട്ട് വരാത്ത അതിനാണ് ഇപ്പൊ നിങ്ങൾ മൊയിലേരെ അടുത്തുനിന്ന് വെള്ളം മന്ത്രിച്ചൂതി കൊടുത്തിരിക്കുന്നത്. ആ ഞാൻ അതൊന്ന് കൊണ്ടേ കൊടുത്തോക്കട്ട്. കുടിച്ചൂലാണോ? നല്ല രസമുണ്ട് ചുരിദാറ്. ഷെരീഫ കെടുക്കമ്മാൻ്റെ കുട്ടി. എന്നാ മാൻ്റെ കുട്ടിയെ ഈ വെള്ളം ഒന്ന് കുടിച്ചാ. ചായ അടിച്ചീന്നാ? ചായ അടിച്ചിമ്മ. നമ്മാൻ്റെ കുട്ടി ഈ വെള്ളം ഒന്ന് കുടിച്ചാ. ഞാനേ മേലത്തെ മൊയിലേരെ അടുത്തുനിന്ന് പോയിട്ട് മന്ത്രിച്ചു കൊടുന്ന അതാണ്ട് കുടിച്ചാണ് ഈ മാൻ്റെ കുട്ടി. ഇതെന്തിനാ വെള്ളം മന്ത്രിച്ചിക്കണത്? അതിന് എനിക്കെന്താ സൂക്കട്? അത് ഉമ്മാന്റെ കുട്ടിക്ക് സൂക്കട് ഉണ്ടായിട്ട് ഉമ്മ മന്ത്രിച്ചു കൊടുന്നതല്ല. ഇമ്മ വെറുതെ ഇനിയിപ്പോ വല്ല എന്താ ഇപ്പൊ പറയല്, എന്റെ കുട്ടി ഇങ്ങനെ പെറ്റെടുക്കല്ലേ, അപ്പൊ എന്റെ കുട്ടിക്ക് ഇനി ഒന്നും വരണ്ടാച്ചിട്ടേ ഞാൻ ഇതാക്കിയതാണ്. ഈ കണ്ണേറും പ്രാക്കൊന്നും വരണ്ടാച്ചിട്ട് ഞാൻ മന്ത്രിച്ചു കൊടുന്നതാണ്. അതിന് പ്രാക്കും ഇതൊക്കെ ഉണ്ടമ്മ. ഇപ്പൊ ആ വിശ്വാസമൊക്കെ ഉണ്ടാ?
നിങ്ങൾ എന്റെ കുട്ടീനൊന്നേ എണ്ണയിച്ച് കുളിപ്പിച്ചേരി. ഓ കൊറേ നേരമായി കരയണ്. ഇന്നലെ എണ്ണയിച്ച് കുളിപ്പിച്ചതല്ലേ, അപ്പൊ കുറച്ചേരം ഉറങ്ങീന്ന്. ഇനി ഇന്നൊന്ന് എണ്ണയിച്ച് കുളിപ്പിച്ചേരി. കണ്ണേറും പ്രാക്കൊക്കെ ഇപ്പൊ ഉണ്ടോന്ന് ചോദിച്ചപ്പോ ഞാൻ ഇപ്പൊ എന്തെന്ന് എന്നോട് പറയാ. ഇമ്മാരെ കുട്ടി ആണ്ട് കുടിച്ചുകൂടി. ആ കുട്ടീനൊക്കെ ഞാൻ കുളിപ്പിച്ചു തരാം. ഇമ്മാരെ കുട്ടി മേണ്ട് കുടിച്ചുകൂടി. ഏത് വെട്ടും ഊരല്ല പാടാ. അതുകൊണ്ടൊരു കാര്യമുണ്ട്, പാടല്ലേ മുന്നത്തെ അല്ല പാടാ. മുന്നത്തെ കാണാതായിരുന്നു. ചീത്ത അറിയോ? നല്ല ഇല വേണ്ടേ? ഇത് കാറ്റുണ്ടാ? കുറവാണ്. ബിലുവാ, വെയിലത്ത് ഇങ്ങനെ കളിക്കണ്ടട്ടാ. ഇതെന്താ സൈക്കിളിന് കാറ്റടിക്കേ? വെയിലത്ത് കൂടുതൽ കളിക്കാൻ നിക്കണ്ട. എനിക്ക് ജലദോഷം ഉള്ളതല്ലേ. ഇതാരും പുതിയ കൂട്ടുകാരനാ? എന്താ പേര്? എന്റെ ഷാമിലെന്നാ. എന്നാ മേ കേറിട്ടാ, കൊറച്ചേരം കളിച്ചാൽ മതിട്ടാ. എന്നിട്ട് അത് കേറിട്ടാ. എന്റെ ഉമ്മാക്ക് പിന്നെ ആ വക ചിന്ത ഒന്നും ഇല്ല. അത് കുടിച്ചുകൂടി. ആ മൊയിലേര് മന്ത്രിച്ച് തന്നതാണ്. ഞാൻ കുടിച്ചോണ്ട്. അതിനിപ്പോ മൊയിലേരോടത്തൊക്കെ മന്ത്രിക്കണ എന്തിനാണമ്മ? ഈ നാവേറ് തട്ടാതിരിക്കാക്ക നല്ലതാ കുട്ടിയെ. കുടിച്ചിട്ടിയാ മതിയാണ്. മേണ്ട് കുടിച്ചുകൂടി ഉമ്മാന്റെ കുട്ടി. അങ്ങനെ വെള്ളത്തൊക്കെ നോക്കി തുറച്ച് നോക്കണം. എന്താ തൊടലപ്പെട്ടൊരു പണി കൊടുത്താല. എന്താ കുട്ടിയെ ചീപ്പ ഈ കാട്ടി കൂട്ടിയത്? അന്നെ വേണ്ട എന്താന്നറിയോ? പ്രാന്താശുപത്രി കൊണ്ടുവിടുക വേണ്ടത്. മനസ്സ് രാവിലെ മെനക്കെട്ട് ചായയും കൂടിയും കുടിക്കാതെ മേലെ പോയി കൊടുന്നു. പ്രാന്ത തൊള്ള. നിങ്ങൾ എനിക്ക് മൊയിലേറെ വെള്ളമൊക്കെ മന്ത്രിച്ച് ഊതി കൊണ്ടുവരാന്. എന്താ അവിടെ അച്ഛാ? നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്ന തള്ളേ, പ്രാന്തത്തി തള്ളേ. ഇക്കല്ലടി പ്രാന്ത്, അനക്കാണ് പ്രാന്ത്. ഇവിടെ ഒരു മാസമായിട്ട് എന്റെ പ്രാന്ത് മനുഷ്യന്മാര് സഹിക്കാണ്. പൊയ്ക്ക എന്റെ പെരേക്ക്. ആ വെള്ളം അവള് മൂത്തുകൊണ്ട് ഒഴിച്ചിട്ടോ. നന്നായിട്ട് വെള്ളത്തിൽ കുളിപ്പിച്ചിക്കണല്ലോ. എന്തുമ്മാ? പ്രാന്തേ ഇക്കല്ല, ഇങ്ങക്കും നിങ്ങളെ മകൾക്കുമാണ്. എനിക്കല്ല പ്രാന്ത്. മൊയിലൊരിടത്ത് പോയി വെള്ളം മന്ത്രിച്ചിക്കണ്. എന്നാലും മകളിന്റെ കുട്ടീനെ കൊല്ലാൻ നോക്കി. ഇന്നിപ്പോ നിങ്ങൾക്ക് വെള്ളത്തിൽ വിഷം തന്ന് കൊല്ലാൻ നോക്കാല്ലേ? നിങ്ങളും ആള് തിരക്കടിയല്ല. എന്റെ ഷാഫികാക്ക കൊണ്ട് വിളിക്കട്ടെ. എന്റെ ഷാഫികാക്ക ഇല്ലാഞ്ഞിട്ടേ എല്ലാരും കൂടി എന്നെ കൊല്ലാൻ നോക്കുകയാണില്ലേ, എന്റെ കുട്ടീനും കൂടി. കുഞ്ഞോളെ എന്താടി? ഇമ്മ വെള്ളം മന്ത്രിച്ചതാണ്. എന്നിട്ട് ഷെരീഫാത്ത കൊടുത്തതാണ്. അപ്പൊ അതാ ഷെരീഫാത്ത ഉമ്മാനെ നന്നായിട്ട് കുളിപ്പിച്ചിക്കണ് ആ വെള്ളത്തില്. അന്നുണ്ടല്ലോ തീറ്റ് പോറ്റാണ്. ഇന്നെ പറഞ്ഞാ മതി. ഇത് ഷാഫി ഇങ്ങോട്ട് വിളിക്കട്ടെ. ഇക്ക് പ്രാന്താണല്ല അന്നെ കൊല്ലാൻ വേണ്ടി കണ്ട് വെള്ളം കൊണ്ടുവരാൻ. നിങ്ങൾ എന്റെ കുട്ടിനെ എണ്ണ വെച്ച് കുളിപ്പിച്ചറിഞ്ഞിണ്ടാ? അല്ലെ ഞാൻ ഷാഫികാക്ക വിളിച്ചാ പറഞ്ഞു കൊടുക്കും. എന്റെ കുട്ടീനല്ലേ ഞാൻ കുളിപ്പിച്ചു, എന്റെ ചക്കിനെ കുളിപ്പിച്ചു. ഇല്ലാത്ത കുട്ടീന്റെ പേര് മണ്ണുകൊണ്ട് ഓള് കുട്ടീനെ കുളിപ്പിച്ചു തരുമോന്ന് വെച്ചാണ്ട് എന്തൊക്കെയാ വിളിച്ചറിയണത്? ചിലങ്കിന്റെ കുട്ടി ഉറങ്ങൂലല്ലോ, കുളിപ്പിച്ചു തരീ. ഒരു ബെറ്റുണ്ട്, ഒരു തലക്കാണി ഉണ്ട്, ഓളും ഉണ്ട്. എന്നിട്ട് അതിനില്ല ഉമ്മാന്റെ കുട്ടി ഇറങ്ങിക്കോളി, ഇപ്പാന്റെ കുട്ടി ഇറങ്ങിക്കോളി എന്നങ്ങാണ്ട് ഇങ്ങനെ താരാട്ട് പാടും. മോക്കും വല്ല പ്രാന്തുണ്ട്. അതിനും ചികിത്സിക്കാൻ വേണ്ടി ഇങ്ങാണ്ട് വല്ല മൊയിലേരടുത്തും പോയി വെള്ളം മന്ത്രിക്കാൻ. അതിൻ്റെ പെരയെ കൊണ്ടാക്കാൻ നല്ലത്. ഷാഫികാക്ക് വേറെ പെണ്ണിട്ടു. ഈ പ്രാന്തിനെ കൊണ്ടാക്കണക്കാട്ടി നല്ലത്. ഓ കൊല്ലാൻ വേണ്ടിയിട്ടേ ഇനും എന്താന്നല്ലോ തൊളന്റെ അടവ്. അനക്കുണ്ടല്ലോ പ്രാന്താണ്. മിക്കല്ല പ്രാന്ത്. നിങ്ങൾക്കും നിങ്ങളെ മോൾക്കുമാണ് നല്ല ഭ്രാന്ത്. എന്റെ കുട്ടീനെ കൊല്ലാൻ നോക്കുക, ഇന്നെ കൊല്ലാൻ നോക്കുക. ഓ എന്റെ കുട്ടി കരയണ്ട. ഇപ്പൊ ഇത് പേടിച്ചില്ലേ? ഇതിന് നിങ്ങൾ എണ്ണ വെച്ച് കുളിപ്പിച്ചാനുണ്ടേ തേരി. ഓ കരയണ്ട കരയണ്ട ബാ. ഓ അല്ലടി
എന്തുണ്ടായത്? ഷെരീഫാത്ത ഉമ്മാനോട് ഇങ്ങനെ ചൂടാൻ മാത്രം? അല്ല ഇങ്ങനെ ഉണ്ടാവില്ലല്ല. ഇതിപ്പോ ഷെരീഫാത്ത മൊത്തം വൈലന്റ് ആയ മാതിരിക്കായല്ല. ഞാനും കണ്ടിട്ടില്ല എന്തുണ്ടായത് എന്നുള്ളത്. ഞാൻ കൊലായ്മ ഇരിക്കുന്നു. ഇമ്മ വള്ളം കൊണ്ട് ഇങ്ങോട്ട് വരുന്നത് കണ്ടിരുന്നു. അപ്പൊ ഞാൻ കാണുമ്പോ അതാണ് സംഭവം. അല്ലേ ഇപ്പൊ നമ്മളമ്മ ഇപ്പൊ ചെയ്യണ്ട. ഇന്നലെ തങ്ങളടുത്തേക്ക് വിളിച്ചിട്ട് പോവാത്ത ഷെരീഫാത്താക്കി മന്ത്രിച്ച വെള്ളം കൊടുന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടർ തന്നെ പറഞ്ഞതാണ് കുറച്ച് ദിവസം കഴിഞ്ഞ് മാറും, എന്താ ഡിപ്രഷൻ അങ്ങനെ എന്തോ ആണെന്ന് പറഞ്ഞത്. ഇപ്പൊ അല്ലെങ്കിലും കുറെയൊക്കെ മാറ്റം വന്നിക്കണല്ലോ ഷെരീഫാത്താക്ക്. ഇമ്മക്ക് അതിനനുസരിച്ച് നിന്നാ പോരെ. അതെടി ഇക്ക് മകൾക്ക് തന്നെ ഭ്രാന്ത്. മനസ്സോരി പറയിപ്പിക്കണ്ട പറ്റി. ഇമ്മ മോത്ത് നിറച്ച് വെള്ളം അത് തുടച്ചാളി. അന്റെ മൂത്തച്ഛക്കേ മുയ്ത്ത വട്ടാണ്. അത് മാറ്റാനുള്ള വല്ലതും മരുന്നുണ്ടോ എന്നുള്ളതേ അന്റെ മാപ്പിളിനോടും അന്റെ മൂത്തച്ഛനോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക്. ഭ്രാന്ത് കേറുന്നുണ്ട്. പക്ഷെ നല്ലത് വിചാരിച്ചുകൊണ്ട് നേരം കൊടുക്കുമ്പോ തന്നെ പോയി കൊടുന്ന വള്ളമാണ് ഓളിപ്പോ ഈ എല്ലാം കൂടി. എന്താ വാണ്ടെന്ന് അറിയാം. പൊന്നാറ് ബിരാനോട് ഞാൻ പറഞ്ഞിട്ട് ഈ കുന്ത്രാണ്ട് ഇവിടെ കൊടുന്ന കരുത് എന്നുള്ളത്. കുഞ്ഞോളെ പോയൊക്കെ ഉമ്മാൻ്റെ അടുത്തേക്ക്. ഞാൻ ചോദിച്ചോ കേട്ടോ ഉമ്മാനോട് എന്ത് സംഭവിച്ചെന്നുള്ളത്. ബാവോ ബാവോ കരയണ്ട കരയണ്ട. എൻ്റെ കുട്ടി പേച്ച കരയണ്ട കേട്ടോ ബാവോ. ഷെരീഫാത്ത നിങ്ങളെന്താ ആ വെള്ളം മൊത്തം മാൻ്റെ മുഖത്ത് കൊഴിച്ച? മന്ത്രിച്ച വെള്ളം തന്നെയാണ്. അത് മുഖത്ത് കൊഴിച്ചത് തെറ്റാണ്, അതെനിക്കറിയാം. പക്ഷെ ഉണ്ടല്ല ഇമ്മാൻ്റെ ഈ നാടകേ എൻ്റെ അടുത്ത് നടക്കൂല മോളെ. കാരണം ഇമ്മ ഇപ്പം ചെയ്തത് എന്താണെന്നറിയോ? ഇമ്മാൻ്റെ മേത്തൊക്കെ ഒരു തെറ്റും വരരുത്, ഇമ്മയും കുഞ്ഞോളും കൂടിയാണ് എൻ്റെ കുട്ടീനെ നശിപ്പിച്ചതെന്ന് 4 ആൾക്കാരെ അറിയരുത് എന്നുള്ള നാടകം കളിയാണ് ഇതൊക്കെ, അല്ലാതെ സ്നേഹം ഒന്നല്ല. ഇമ്മാനെ ഇന്ന് നില കാണാൻ തുടത്തിയതല്ലല്ലോ ഞാൻ. എന്തായാലേ കലക്കി നിങ്ങൾ പറയാനുള്ളത് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തല്ല. ഇനി വരൂല ഒരു മന്ത്രിച്ച വെള്ളം കൊണ്ട് ഒന്നുകൊണ്ട്. ഇമ്മൊന്ന് പേടിച്ചിക്കണ്. അത് കുറച്ച് കൂടിപ്പോ. പഠിച്ചോനെ ഷെരീഫാത്തത് കളിയിൽ തുടങ്ങിയത് കാര്യത്തിലെടുത്താ. ഇതിപ്പോ എവിടെ എത്തും? ഇത് വെറും നാടകമാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെരീഫാത്താൻ്റെ ജീവിതത്തിൽ ഇനിയും പ്രശ്നങ്ങളുണ്ടാവില്ല. ഇപ്പോഴാണ് ഷാഫിഖാക്കൊന്ന് അടുത്ത് വന്നത്, മാപ്പ് പറഞ്ഞിട്ടൊക്കെ മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞു. ഇത് എവിടെ എത്തും? ഷെരീഫാത്താൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളതൊന്നും അറിയില്ല, ഷെരീഫാത്താക്ക് തന്നെ അറിയുള്ളൂ. പഠിച്ചവനായിട്ട് ജീവിതം വെച്ചിട്ടാണ് പോയി കളിക്കുന്നത്. കാത്തോളെ ഒന്നും കാണാതെ ഷെരീഫാത്തപ്പത്തിന് പുറപ്പെടൂലല്ലോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്തേ അമ്മ സംഭവിച്ചേ? ഇപ്പൊ കണ്ടീല്ലേ എന്താണ് സംഭവിച്ചെന്നുള്ളത്? പിന്നെ ഇങ്ങനെ പെരുത്തു വന്ന് ചോദിക്കാൻ നിക്കണ്ട. മനസ്സിൽ ഭ്രാന്ത് കേറി നിക്കാണ്. അന്റെ നാത്തൂർക്ക് മുയ്ത്ത വട്ടാണ്, അതന്നെ, വേറൊന്നും ഇല്ല. അതിപ്പോ മനസ്സിലാവണുള്ളൂ ഭ്രാന്താന്നുള്ളത്. ഒരു മലക്കം.